അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയ്സോൺ റാൻഡം വേരിയബിളിന്റെ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3% ഓഫ് ദി ഇലക്ട്രിക് ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ബൾബിൽ 3% ആണ് ഡിഫക്റ്റീവ് വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ്, 100 ബൾബ് എന്ന് പറഞ്ഞ ഒരു സാമ്പിളിന്റെ അകത്ത് അറ്റ്മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മാക്സിമം 3 വരെ ഡിഫക്റ്റീവ് ആവണം, അതായത് 3യും അതിൽ താഴെയുള്ള ആൾക്കാർ. അപ്പൊ ഇതിന്റെ നമ്മൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണോ തന്നത്, അതിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്നതിൽ ഡിഫക്റ്റീവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഡിഫക്റ്റീവിനെ കുറിച്ച്. അപ്പൊ ഡിഫക്റ്റീവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് എന്ന് പറയും. ഇവിടെ നോക്കിയോ, ഒരു സാമ്പിളിന്റെ അതിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബൈനോമിയൽ ആണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്, ബൈനോമിയൽ ടു പോയ്സൺ അപ്രോക്സിമേഷൻ ആണ്. കാരണം ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ കുറവല്ലേ. കാരണം നമ്മൾ എക്സിന്റെ ബേസിലാണ് നമ്മൾ പി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് ആണെങ്കിൽ ഇവിടെ നോക്കിയേ, 3% ഓഫ് ദി ഇലക്ട്രിക് ബൾബ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ് എന്നാ. അപ്പൊ നോക്കി 3% ആണ് ഡിഫക്റ്റീവ്. അപ്പൊ നമ്മൾ പി ആയിട്ട് എന്തെടുക്കണം, പി ആയിട്ട് നമ്മൾ എന്തെടുക്കേണ്ടത്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3% ആണ്. 3% നമുക്ക് എങ്ങനെ എഴുതാം, 3/100. 3/100 എത്രയാടാ, 0.03. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്, പി ഈക്വൽ ടു 0.03. ഇനി നോക്കേണ്ടത് 100 ബൾബ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം 50ൽ കൂടുതലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക, പോയ്സോൺ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എൻ 100 ആണ്, അതായത് നമ്പർ കൂടുതലാണ്, എൻ ലാർജ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എൻ ഈക്വൽ ടു 100 എടുത്തു. അപ്പൊ ഇതെന്ത് മനസ്സിലായി, എൻ കൂടുതലും പി കുറവുമാണെങ്കിൽ അത് പോയ്സോൺ ആണ് വരുന്നത്. അപ്പൊ ഇനി പോയ്സോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയ്സോൺ അപ്രോക്സിമേഷൻ, ബൈനോമിയൽ നിന്ന് പോയ്സോൺ അപ്രോക്സിമേഷൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ലാംഡ ഈക്വൽ ടു എൻ പി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും അറിയാം പിയും അറിയാം. എൻ എത്രയാണ്, 100. അപ്പൊ 100 ഇൻറ്റു 0.03, അതായത് 3 കിട്ടും. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പാരാമീറ്റർ എത്രയാണ്, 3. ഇനി നമുക്കറിയാലോ പോയ്സോൺ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ ലാംഡേന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. അപ്പൊ എന്ത് വരും, ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു 3 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വരും. എക്സ് വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്, 0 ടു ഇൻഫിനിറ്റി വരെ. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടുപിടിക്കാനാണ്. അതായത് അറ്റ്മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 3 വരാം, പിന്നെ 3യിൽ കുറവും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് ഏതൊക്കെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, എക്സ് ഈക്വൽ ടു 0 എടുക്കണം, പി പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. അപ്പൊ ഇതാണ് നമ്മളെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമുക്കറിയാലോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ നമുക്കറിയാം, ഇ റേസ് ടു മൈനസ് 3 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എക്സിന്റെ ഒക്കെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ടേം എന്ത് വരും, ഇ റേസ് ടു മൈനസ് 3 ബൈ മൈനസ് 3 ഇൻറ്റു 3 റേസ് ടു 0 by 0 factorial plus e raised to minus 3 into 3 raised to 1 by 1 factorial plus e raised to minus 3 3 square by 2 factorial plus e raised to minus 3 3 raised to 3 by 3 factorial. അതായത് ഓരോ എക്സിനും 0 1 2 3 എന്ന് കൊടുക്കുക, ആഡ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് എഴുതാം, ഇനി ഇ റേസ് ടു 3 അല്ലത്, ഇ റേസ് ടു മൈനസ് 3 അല്ലതെന്നും കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 പ്ലസ് 3/3 1 ഫാക്ടോറിയൽ പ്ലസ് 3 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 3 ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ വരും. നമ്മൾ ആൻസർ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 0.6472319 കിട്ടി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
There are 250 typographical errors in a book of 1000 pages. The number of errors per page is supposed to follow a Poisson distribution. What is the probability a randomly selected page will have more than 2 errors? അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് സെന്റൻസ് എന്താണ്? There are 250 typographical errors in a book of 1000 pages. അതായത് 1000 പേജുള്ള ഒരു ബുക്കിന്റെ അകത്ത് 250 errors ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ദ നമ്പർ ഓഫ് എറേഴ്സ് പെർ പേജ് ഈസ് സപ്പോസ് ടു ഫോളോ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആരാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്? നമ്പർ ഓഫ് എറേഴ്സ് പെർ പേജ്. അപ്പൊ നമ്മൾ ഇവിടെ എക്സ് എന്തായിട്ട് എടുക്കണം? നമ്പർ ഓഫ് എറേഴ്സ് പെർ പേജ്. ഓക്കെ, then we want to find that what is the probability a randomly selected page will have more than 2 errors. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി എ റാൻഡംലി സെലക്ടഡ് പേജ്, അതായത് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്ത പേജിന് മോർ ദാൻ 2 എറേഴ്സ് വരുന്ന പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ തന്നെ കിട്ടി. എക്സ് ഫോളോസ് പോയിസോൺ ഓഫ് ലാംഡ, അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നിരിക്കുന്നത്. എക്സ് നമ്മൾ എഴുതി, എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് എറേഴ്സ് പെർ പേജ്. ഇനി പക്ഷെ നമുക്ക് ഇവിടെ പോയിസോൺ അറിയണമെങ്കിൽ നമുക്ക് ലാംഡ ആവശ്യമില്ലേ? ലാംഡ കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു എന്താണ് ഒരു ക്ലൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിക്കും ലാംഡ, പോയിസോണിന്റെ ലാംഡ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു? അത് മീൻ അല്ലേ? ഇപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതായത് ആവറേജ്, അതായത് 250 എറേഴ്സ് ഇൻ 1000 പേജസ് ഉള്ള ഒരു ബുക്കിന്റെ അകത്ത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ മീൻ നമ്പർ ഓഫ് എറേഴ്സ് പെർ ഏജിന് എഴുതാം. അതായത് ടോട്ടൽ എറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേജസ്. അപ്പൊ ടോട്ടൽ എറേഴ്സ് എത്രയാണ് വരുന്നത്? 250/1000. അതായത് ആൻസർ ഇട്ട് 0.25 ആണ് കിട്ടുക. ഇവിടെ ഞാൻ 0 ഇട്ട് പോയതാണ്, 0 ഇല്ല കേട്ടോ. അപ്പൊ 0.25. ഇനി നമുക്ക് ഇതിന്റെ പോയിസൺ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി എടുത്തതോ ഇ റേസ് ടു ലാംഡയ്ക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0.25 കൊടുക്കുക. ലാംഡന്റെ വാല്യൂ എന്താണ്? 0.25 ആണ്. ഇനി എന്ത് ചെയ്യുക? ഇ റേസ് ടു മൈനസ് 0.25 ഇൻറ്റു 0.25 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതി. സെയിം എക്സ് വാല്യൂ ചെയ്യുന്നത് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡം പേജ് വിൽ ഹാവ് മോർ ദാൻ 2 എറേഴ്സ്. മോർ ദാൻ 2 എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്നത് എന്താണ്? പോസിബിൾ ആണോ? അല്ലല്ലേ, കാരണം ഇമ്പോസിബിൾ ആണ്. കാരണം എന്താണ്? നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ 3, 4, 5, 6, 7 എക്സെട്ര വരെ വരും, ഇൻഫിനിറ്റി വരെ വരും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാം. അതായത് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്നതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ചെയ്താൽ മതി. ഇനി ഇവിടെയൊക്കെ ഈ ഒരു തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്തൊക്കെ 0 കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ടേം, 1 കൊടുത്തിട്ടുള്ള സെക്കൻഡ് ടേം, 2 കൊടുത്തിട്ടുള്ള തേർഡ് ടേം, അതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ 0.025 വെച്ചിട്ടാണ്, ഇതിപ്പോ ആൻസർ ഇട്ട് 0.003 സംതിങ് ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. കറക്റ്റ് ആയിട്ട് ഇപ്പൊ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യുക കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, if x is a Poisson variable such that p of x equal to 2 equal to p of x equal to 3, find p of x equal to 4. അതായത് ഇത് എളുപ്പമാണ്. ഒരു കണ്ടീഷൻ തന്നിട്ട് നമുക്ക് വേറൊരു പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. എക്സ് പോയിസൺ വേരിയബിൾ ആണെന്ന് അറിയാം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് എക്സ് ഫോളോസ് പോയിസൺ ഓഫ് ലാംഡ. ഇനി പോയിസൺ വേരിയബിൾ ആണെങ്കിൽ എന്തായിരിക്കും? അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അല്ലെ? അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഫോളോ ചെയ്യുന്നത് 0 ടു ഇൻഫിനിറ്റി വരെ. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ് ക്വസ്റ്റ്യനിൽ? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇവിടെ ആദ്യം എഴുതി. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 3. എടാ ഇതെന്താ ശരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്തൊക്കെ 2 കൊടുത്തിട്ട് എഴുതാം. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു 2/2 ഫാക്ടോറിയൽ. അതാണ് ഫസ്റ്റ് ടേം. ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ്. അതായത് എക്സിന്റെ സ്ഥാനത്തൊക്കെ ഇവിടെ
എക്സിന്റെ സ്ഥാനത്തൊക്കെ 3 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു 3/3 ഫാക്ടോറിയൽ കിട്ടും. ഇ റേസ് ടു ലാംഡ രണ്ട് സൈഡിലുണ്ട്, കട്ട് ചെയ്ത് പോക്കാം. ഇനി ലാംഡ സ്ക്വയർ ലാംഡ ക്യൂബ് അതിൽ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ലാംഡ സ്ക്വയർ കട്ട് ചെയ്യാം. അപ്പൊ ഈ സൈഡിൽ ലാംഡ മാത്രം ഉണ്ടായിരിക്കും. ഇനി താഴെയോ, ഇവിടെ 2 ഫാക്ടോറിയൽ നമുക്ക് 2 ഇൻറ്റു 1 എന്ന് എഴുതാം. 3 ഫാക്ടോറിയലിനോ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതാം. കോമൺ ആയിട്ട് വരുന്നത് 2. അപ്പൊ 2 കട്ട് ചെയ്ത് പോയി. അപ്പൊ ബാക്കി ഇവിടെ എന്തൊക്കെയാ വരുന്നത്? 1/1 ഈക്വൽ ടു ലാംഡ/3. ഇതിന്റെ അത് ലാംഡന്റെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി ലാംഡയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിച്ചൂടെ? പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു 4/4 ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ ലാംഡന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു -3 ലാംഡ റേസ് ടു 3/4 ഫാക്ടോറിയൽ. സോറി, ഇ റേസ് ടു -3 3 റേസ് ടു 4 ആണ്. 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ആൻസർ കിട്ടുക 0.1680. കാൽക്കുലേറ്റർ കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 2% of balls produced by a company are defective. The balls are supplied in a box of 200 balls. What is the probability that a randomly chosen box contain no more than 5 defective balls? In a consignment of 1000 such boxes, how many can be expected to have more than 5 defective balls? ഈ ബോൾസ് നോക്കി പറഞ്ഞ എന്താണ്? നമ്മളിപ്പോ എന്താണ് ഓടാമ്പൽ അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് എന്ത് ബോൾസ് പറയാൻ. അപ്പൊ ഇവിടെ പറഞ്ഞ എന്തിരിക്കുന്ന, ഇറ്റ് ഈസ് നോൺ ദാറ്റ് 2% ഓഫ് ബോൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. അതായത് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾട്ടില് 2% ഡിഫക്റ്റീവ് ആണ്. അപ്പൊ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എക്സ് എന്തായിട്ട് എടുക്കുക? എക്സ് ഡിനോട്ട് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബോൾസ് ഇൻ എ ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് കണ്ടുപിടിക്കണം. 2% ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്തായിരിക്കും? 2/100. 2/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.02. ഇനി നോക്കിയേ, ദ ബോൾസ് ആർ സപ്ലൈഡ് ഇൻ എ ബോക്സ് ഓഫ് 200 ബോൾ. അപ്പൊ ഇവിടെ എൻ എത്രയായിരിക്കും? 200. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചൂസൺ ബോക്സ് കണ്ടെയ്ൻ നോ മോർ ദാൻ 5 ഡിഫക്റ്റീവ് ബോൾസ്? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേ? 5 കൂടാൻ പാടില്ല. 5 വരെ വരാം അല്ലെ? അതായത് 5 ഡിഫക്റ്റീവ് ബോൾഡ് വരെ വരാം, പക്ഷെ അതിൽ കൂടാൻ പാടില്ല. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇതാണ്. ഓക്കെ, ഇനി നോക്കിയ ഇവിടെ നോക്കിയേ, n കൂടുതലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് കുറവും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ആണ് യൂസ് ചെയ്യേണ്ടത്? പോയിസോൺ റാൻഡം വേരിയബിൾ അല്ലെ? അതായത് പോയിസോൺ ഓഫ് ലാംഡ. ഓക്കെ, അപ്പൊ അവിടെ നോക്കി നമുക്ക് എന്താണ് പോയിസോണിന്റെ ഇക്വേഷൻ? പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. പക്ഷെ ഇവിടെ നമുക്ക് ലാംഡന്റെ വാല്യൂ അറിയോ? ഇല്ല. ഇപ്പൊ ലാംഡന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാലോ. ലാംഡ ഈക്വൽ ടു എൻ പി. എന്നിന്റെ വാല്യൂ എത്രയാണ്? 200 ഇൻറ്റു 0.02. അപ്പൊ ആൻസർ എത്ര കിട്ടും? 4. അപ്പൊ 4 ആയിരിക്കും നമ്മളെ ലാംഡ. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ അകത്ത് ലാംഡന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഇ റേസ് ടു -4 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കൊടുക്കുക. എക്സ് വേരി ചെയ്യുന്നത് 0 ടു ഇൻഫിനിറ്റി വരെ. കണ്ടുപിടിക്കേണ്ട എന്താണ്? പ്രോബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 5 ആർ ഡിഫക്റ്റീവ് അല്ലെ? അതായത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ എക്സ് 5ഉം 5ൽ കുറവും ഉള്ളതിന്റെ ഓരോന്നിന്റെ പ്രോബിലിറ്റീസ് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. ഇനി ഈ ഒരു ഇക്വേഷന്റെ അകത്ത് ഓരോന്നിനും എക്സിന് ആദ്യം 0 കൊടുക്കുക, പ്ലസ് എക്സിന് 1 കൊടുക്കുക, അങ്ങനെ അപ് ടു 5 വരെ കൊടുക്കുക. എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് ഇ റേസ് ടു -4 പുറത്തെടുക്കാം. കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.785 എന്ന് കിട്ടും. ക്ലിയർ ആണോ? പക്ഷെ ഇതോടെ നമ്മളെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. നമ്മളെ ക്വസ്റ്റ്യൻ ഇനി ചോദിച്ചെന്താണ്? In a consignment of 1000 such boxes, how many can be expected to have more than 5 defective bolts? അതായത് ആദ്യം അങ്ങനെ 1000 ബോക്സസ് ഉണ്ടെങ്കിൽ അതിൽ 5ൽ കൂടുതൽ ഡിഫക്റ്റീവ് ബോൾട്ട് വരാനുള്ള പ്രോബബിലിറ്റി അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആദ്യം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 കണ്ടുപിടിക്കണം, എന്നിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇമ്പോസിബിൾ അല്ലേ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലേ കണ്ടുപിടിക്കാൻ?
അപ്പൊ നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. കോംപ്ലിമെന്റ് എന്താണ് വരുന്നത്? 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്. എത്രയാണ്? 0.785. അപ്പൊ എത്ര കിട്ടും? 1 മൈനസ് 0.785 എന്ന് പറഞ്ഞാൽ 0.215 ആൻസർ കിട്ടി. ഇതല്ല നമ്മൾ ആൻസർ. ഇങ്ങനെ 1000 ബോക്സ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 1000 ഇൻറ്റു 0.215 ചെയ്ത് കഴിഞ്ഞാൽ 215 ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് 5th question. Accidents occur at an intersection at a Poisson rate of 2 per day. What is the probability that there would be no accidents on a given day? അതായത് ആക്സിഡന്റ് ഒക്കർ ചെയ്യുന്നത് ഒരു പോയിസൺ റേറ്റിലാണ്, അതായത് 2 പെർ ഡേ. അപ്പൊ ഇവിടെ നമ്മൾ ലാംഡ ആണ് തന്നിരിക്കുന്നത്. പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഫോളോസ് പോയിസൺ ഓഫ് ലാംഡ. ഇനി റേറ്റ് വരുന്നത് എന്താണ്? 2 പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ലാംഡ ആണ്. ലാംഡന്റെ വാല്യൂ എത്രയാണ്? 2. ഇനി എന്താണ് പറഞ്ഞത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദർ വുഡ് ബി നോ ആക്സിഡന്റ്? നോ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ആക്സിഡന്റ്സ് പെർ ഡേ, നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എക്സ് എന്താണ് വരുന്നത്? ഒരു ആക്സിഡന്റ്സും ഒക്കർ ചെയ്യുന്നില്ല. അപ്പൊ എന്താ വരിക? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എഴുതാം. ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ലാംഡ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2. അപ്പൊ ഇ റേസ് ടു മൈനസ് 2, 2 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് വേരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് നോ ആക്സിഡൻസ് ഓൺ എ ഗിവൻ ഡേ ആണ്. അപ്പൊ എന്ത് കണ്ടുപിടിക്കുക? പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതായത് ഇ റേസ് ടു മൈനസ് 2, 2 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 2. ഇ റേസ് ടു മൈനസ് 2ന്റെ വാല്യൂ 0.1353. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X follows a Poisson distribution with mean 6 and mean 6. Find P of x equal to 1 and variance. ഇപ്പൊ എക്സ് ഫോളോസ് പോയിസോൺ ഓഫ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മീന് തന്നിട്ടുണ്ട്. മീനിന്റെ എന്താണ്? നമ്മൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ലാംഡ. അപ്പൊ ലാംഡ 6 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കണം. ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് എഴുതണം? ആദ്യം പോയിസോൺ റാൻഡം വേരിയബിൾ എഴുതണം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ലാംഡ ഓൾറെഡി അറിയാലോ 6 ആണെന്ന്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 6, 6 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് വേരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 6, 6 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 0.014872. ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കേണ്ടത്. പോയിസോണിന്റെ കേസിൽ മീനും വേരിയൻസും ഒക്കെ ലാംഡ അല്ലേ? ഇപ്പൊ മീൻ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു ലാംഡയാണ്. ഇപ്പൊ ലാംഡന്റെ വാല്യൂ എത്രയാണ്? 6. അപ്പൊ വേരിയൻസ് എത്രയാണ്? 6. ക്ലിയർ ആണോ? Next question. The number of requests to a website during a 1-minute interval is a Poisson random variable with parameter lambda equal to 2.4. The server hosting the page is confused to handle a maximum of 4 requests per day. What is the probability that more than 4 requests would arrive in a 1-minute period? അതായത് the number of requests to a website during a 1-minute interval is a Poisson random variable. അല്ലെ? അതായത് എക്സ് ഫോളോസ് പോയിസോൺ ഓഫ് ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് പാരാമീറ്റർ ഓർഡറിൽ തന്നിട്ടുണ്ട്. ലാംഡന്റെ വാല്യൂ എത്രയാണ്? 2.4. അപ്പൊ നമ്മൾ എന്ത് എടുത്ത് എഴുതി? 2.4 എന്ന് എഴുതി. ഇപ്പൊ സെർവർ ഹോസ്റ്റിംഗ് ദ പേജ് ഈസ് കൺഫ്യൂസ് ടു ഹാൻഡിൽ എ മാക്സിമം ഓഫ് 4 റിക്വസ്റ്റ് പെർ മിനിറ്റ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് മോർ ദാൻ 4 റിക്വസ്റ്റ്? ഇപ്പൊ ഇവിടെ നോക്കിക്കോ, നമുക്ക് ആദ്യം ലാംഡ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ലാംഡന്റെ വാല്യൂ 2.4 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പാരാമീറ്ററിനെ കുറിച്ചും പിന്നെ എന്താണ് ഒരു മിനിറ്റിൽ വെബ്സൈറ്റിൽ വരുന്ന നമ്പർ ഓഫ് റിക്വസ്റ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ അത് പോയിസോൺ റാൻഡം വേരിയബിൾ എന്ന് അറിയാം. പോയിസോൺ റാൻഡം വേരിയബിളിന്റെ പി എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2.4 ഇൻറ്റു 2.4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. പിന്നെ വീണ്ടും എഴുതേണ്ടത് നമ്മൾ ഓൾറെഡി ഉള്ള ഫോർമാറ്റ് എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെ? ഇവിടെ ലാംഡന്റെ സ്ഥാനത്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടുപിടിക്കേണ്ടത് മോർ ദാൻ 4 റിക്വസ്റ്റ് വരുന്നതിന്റെ പ്രോബബിലിറ്റി ആണ്. അപ്പൊ മോർ ദാൻ 4 റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? കാരണം 4നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ 5, 6, 7, 8 എക്സെട്രാ വരൂലേ? ഇൻഫിനിറ്റി വരെ വരാം.
അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ആയ 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും? 1 മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ആരൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവും? 4 ഇൻക്ലൂഡ് ആവും, 3 വരും, 2 വരും, 1 വരും, 0 വരും. അപ്പൊ നമുക്ക് അതിന്റെ ഒക്കെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? പി ഓഫ് 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത്, അതായത് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഓരോന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 0.0959. ഇതൊക്കെയാണ് പോയിസോൺ റാൻഡം വേരിയബിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇതുവരെ എടുത്ത് നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു.